പോലീസിൽ എത്ര ക്രിമിനൽ കേസ് പ്രതികളുണ്ടെന്ന ചോദ്യത്തിന് സംസ്ഥാന പോലീസിന് പോലും ഉത്തരമില്ല. അവധിയെടുത്ത് വിദേശത്ത് പോയ പോലീസുകാരുടെ എണ്ണവും കൃത്യമായി അറിയില്ല. പോലീസ് ആസ്ഥാനത്തു നിന്നും ലഭിച്ച മറുപടിയിലാണ് പോലീസ് സ്വന്തം നിസ്സഹായാവസ്ഥ അറിയിച്ചത്. IPS തലത്തിൽ വരെ ക്രിമിനലുകൾ ഉണ്ടായെന്ന മുൻ DGP സെൻകുമാർ വിടവാങ്ങൽ പ്രസംഗത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് സ്വന്തം കണക്ക് അറിയില്ലെന്ന വിവരം ലഭിച്ചത്. നിങ്ങൾക്കറിയാം, മാധ്യമങ്ങളിലും എപ്പോഴും ശ്രദ്ധ നേടുന്ന പോലീസിലെ ക്രിമിനാലിറ്റിയെ പറ്റി CPOയുടെ നിലയിൽ 1% അങ്ങനെ ഒരു ക്രിമിനാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ റാങ്ക് അനുസരിച്ച് അത് വർദ്ധിക്കുകയും IPS തലത്തിലെത്തുമ്പോൾ വളരെ വർധനവ് 4-5% എത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നിർഭാഗ്യകരമെന്ന് പറയട്ടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കേട്ടവിധമാണ് മുൻ പോലീസ് മേധാവിയുടെ വാക്കുകളെങ്കിലും സേനാ ആസ്ഥാനത്ത് പോലീസിലെ ക്രിമിനലുകളെക്കുറിച്ച് ഒരു കണക്കുമില്ല. സേനയിലെ ക്രിമിനലുകളുടെ കണക്ക് യൂണിറ്റ് തലത്തിൽ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ എന്നും പോലീസ് ആസ്ഥാനം വിശദീകരിക്കുന്നു. പോലീസിലെ ക്രിമിനൽ വൽക്കരണം തലപ്പത്തുള്ളവർ ഗൗരവമായി കാണുന്നില്ലെന്ന് വ്യക്തം. കഴിഞ്ഞ വർഷം ഞാൻ നൽകിയ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ വിവരാവകാശ നിയമാനുസരണത്തിൽ മറുപടിയിൽ പറയുന്നത് 168 പോലീസുകാർ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുമ്പോൾ പോലീസ് ആസ്ഥാനത്ത് ക്രിമിനലുകളുടെ രേഖകളില്ല എന്ന് പറയുന്നത് തീർത്തും അത് വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവധിയെടുത്ത് വിദേശത്ത് പോയ പോലീസുകാരുടെ എണ്ണം എത്രയെന്നതിനും ആസ്ഥാനത്ത് കണക്കില്ല. വിവരം പ്രത്യേകം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് മറുപടി. പോലീസിന്റെ ആകെ അംഗബലം 54,867. ഇതിൽ എത്ര പുരുഷന്മാരെന്നോ സ്ത്രീകളെത്രയെന്നോ പോലീസ് ആസ്ഥാനത്തിന് അറിയില്ല. മതസംഘടനകളിൽ ഉൾപ്പെടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന പോലീസുകാരെ കുറിച്ചുള്ള വിവരവും സൂക്ഷിക്കുന്നില്ല. 2000 മുതലുള്ള കസ്റ്റഡി ലോക്കപ്പ് മരണങ്ങൾ എത്രയെന്ന് അറിയില്ല. സേനയിൽ നിലവിലുള്ള ഒഴിവുകളുടെ കാര്യത്തിലും പോലീസ് ആസ്ഥാനത്തിന് അറിവില്ല. കുറ്റവാളികളുടെ പട്ടിക ഇന്റലിജൻസ് സഹായത്തോടെ തയ്യാറാക്കുകയും അറസ്റ്റ് വിവരം ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് അറിയിക്കുകയും ചെയ്യുന്ന പോലീസിന് പക്ഷേ സ്വന്തം കൂടാരത്തിലെ ക്രിമിനലുകളെക്കുറിച്ച് ഒന്നും അറിയില്ല. ക്രിമിനലുകൾ ഇല്ലെങ്കിൽ അത് പറയണം, ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നടപടിയാകരുത് സ്വീകരിക്കുന്നത്. VV വിനോദ്, News 18, തിരുവനന്തപുരം.